ഇടുക്കിയിൽ വി.എസിന് വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ട്. പണിക്കൻകുടിക്കാരനായ എൻ.വി. ബേബി. 4 പതിറ്റാണ്ട് നീണ്ട വി.എസുമായുള്ള ആത്മബന്ധത്തിലൂടെ വി.എസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടുക്കിയുടെ വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നയാൾ കൂടിയാണ് ബേബി. ഒരു റിപ്പോർട്ടിലേക്ക്. വി.എസിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി ഇടുക്കിയിലെ തേനും നെല്ലിക്കയും ഏലക്കായും കുരുമുളകും തുടങ്ങി പച്ചക്കറികൾ വരെ എത്തിച്ചു കൊടുത്തിരുന്ന ഒരാളുണ്ട്. പണിക്കൻകുടിക്കാരനായ എൻ.വി. ബേബി. പരിചയപ്പെട്ട നാൾ മുതൽ ഇടുക്കിയിലെ വി.എസിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തും എൻ.വി. ബേബി ആയിരുന്നു. ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലക്കാരുടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കേണ്ട കേസ് വേണം. അപ്പോൾ അത് വലിയ നെല്ലിക്ക വേണ്ട, ചില്ലിക്ക വേണം. അപ്പോൾ ഞാൻ മറയൂരിൽ നിന്നാണ് ആദ്യമായിട്ട് 30 കിലോ നെല്ലിക്ക വി.എസിന്റെ വീട്ടിലെത്തിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കേസുകൊണ്ട് എന്നെ വിളിച്ചു വരുന്ന നെല്ലിക്കായ. അതുകൊണ്ട് വി.എസ് തേൻ ഉപയോഗിക്കുന്ന ആളാണ്. അത് ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ്. തേൻ്റെ അകത്ത് ചൂടുവെള്ളത്തിൽ നിന്ന് തേൻ ഒഴിച്ച് കഴിക്കുകയാണ്. അപ്പോൾ തേൻ്റെ ആവശ്യം വന്ന വി.എസ് തന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 5 കിലോ 6 കിലോ അല്ലെങ്കിൽ 8 കിലോ തേൻ ഇവിടുന്ന് കൊണ്ട് അവിടെ കൊടുക്കും. അത് സ്ഥിരമായിട്ട് ഒരു മാസത്തിൽ പ്രാവശ്യമെങ്കിലും അങ്ങനെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നീട് അവർക്കവിടെ ചക്കയും മാങ്ങയും ഒന്നും ഇല്ലാത്ത നമുക്ക് ഇഷ്ടമുള്ള ചക്കയുണ്ട്. ഞാൻ വണ്ടി വെറുതെ പോവുകയാണെങ്കിൽ ചിലപ്പം ചക്ക കൊണ്ടുപോയി അവിടെ കൊടുക്കാറുണ്ട്. വാഴക്കൊല കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ തേയിലപ്പൊടി, നല്ല തേയിലപ്പൊടി ഞാൻ വാങ്ങി അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഏലക്ക എത്തിച്ചു കൊടുക്കാറുണ്ട്. കുരുമുളക് ചേച്ചി പറഞ്ഞു ഇച്ചിരി കുരുമുളക് വേണം. അപ്പം കുരുമുളക് നമുക്കിവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നല്ല കുരുമുളക്, വിഷം ഇല്ലാത്ത കുരുമുളകാണ്. ആ കുരുമുളക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ 11-ാം തീയതി വി.എസ് ആശുപത്രി കിടക്കുമ്പോഴും ആ വി.എസിനെ ആശുപത്രി നേരിട്ട് പോയി കാണാൻ പറ്റില്ല, വാതിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. വി.എസിനെയും മകനെയും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് വി.എസിൻ്റെ സ്റ്റാഫുകളെല്ലാം ഉണ്ട്. അവരെല്ലാം കണ്ടു. വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ 2 കിലോ തേയിലപ്പൊടിയായിട്ട് പോയത് ഈ കഴിഞ്ഞ 11-ാം തീയതി. 1977 ആദ്യമായി വി.എസിനെ ബേബി കാണുന്നത്. പിന്നീട് വലിയ സൗഹൃദവും ആത്മബന്ധവുമായി അത് വളർന്നു. ഇടുക്കിയിലെത്തിയാൽ പണിക്കൻകുടിയിലെ ബേബിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമേ വി.എസ് മടങ്ങാറുള്ളൂ. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2 തവണയും പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലത്ത് 9 തവണയും വി.എസ് ബേബിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടിയിലെ പുതിയ പാലം യാഥാർത്ഥ്യമായതിനു പിന്നിലും ബേബിയുടെ സ്വാധീനമുണ്ട്. 2009 ബേബിയുടെ ഇളയ മകളുടെ വിവാഹത്തിനെത്തിയ വി.എസിനോട് ഹൈറേഞ്ചിന്റെ വികസനത്തിന് മുതിരപ്പുഴയാറിന് കുറുകെ പുതിയൊരു പാലം ഉണ്ടാക്കണമെന്ന ആവശ്യം ബേബി ഉന്നയിച്ചു. കല്ലാർകുട്ടി അണക്കെട്ടിന് മുകളിലൂടെയായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്നത്. അണക്കെട്ടിന് സമാന്തരമായി പുതിയൊരു പാലം യാഥാർത്ഥ്യമായത് എൻ.വി. ബേബിയും കൊന്നത്തടി പഞ്ചായത്ത് പ്രതിനിധികളും വി.എസിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ്. 14.5 കോടി രൂപ ബജറ്റിൽ പാലത്തിനായി വകയിരുത്തുകയും 2011 ജനുവരി 2-ന് വി.എസ് പാലത്തിന് തറക്കല്ലിടുകയും ചെയ്തു. 2015 പാലം നിർമ്മാണം പൂർത്തിയായി. കല്ലാർകുട്ടി മൈലാടുംപാറ റോഡിലെ പ്രധാന പാലമായി കല്ലാർകുട്ടിയിലെ പുതിയ പാലം മാറി. 2 മാസം മുമ്പും എൻ.വി. ബേബിയും കുടുംബവും രോഗശയ്യയിലായിരുന്ന വി.എസിനെ കാണാനെത്തിയിരുന്നു. ഇന്നലെ വി.എസിന്റെ ചരമവാർത്ത അറിഞ്ഞ നിമിഷം ബേബി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഇന്ന് പുലർച്ചെ വി.എസിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. 36 വർഷം കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച എൻ.വി. ബേബി ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഒരു കർഷകൻ കൂടിയാണ് ബേബി. എക്കാലവും കർഷകപക്ഷത്തും തൊഴിലാളികളുടെ ക്ഷേമത്തിനുമായി നിലകൊണ്ട വി.എസിനെ കുറിച്ചുള്ള തിളങ്ങുന്ന ഓർമ്മകളാണ് ബേബിയുടെ മനസ്സിലുള്ളത്. വി.എസിന്റെ വേർപാടിൽ വിങ്ങുന്ന ഒരു കുടുംബമാണ് ബേബി ചേട്ടൻ്റേത്. വി.എസുമായിട്ടുള്ള ആത്മബന്ധം 4 പതിറ്റാണ്ടിലേറെ നീളുന്ന ഒരു ആത്മബന്ധം. ഏതാണ്ട് 11 തവണ അദ്ദേഹം ഇടുക്കിയിലെത്തിയപ്പോഴെല്ലാം ഈ വീട്ടിലെത്തുമായിരുന്നു. ഭക്ഷണം കഴിക്കുമായിരുന്നു, വിശ്രമിക്കുമായിരുന്നു. ഒരുപാട് തിളങ്ങുന്ന ഓർമ്മകളാണ് ബേബി ചേട്ടൻ്റെ മനസ്സിലുള്ളത്. പണിക്കൻകുടിയിൽ നിന്നും ക്യാമറമാൻ സാജുവിനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.